രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നീറ്റ് എക്സാമിലെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നടത്തിവരുന്ന പ്രക്ഷോഭങ്ങൾ, ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം, അതോടൊപ്പം തന്നെ സമഗ്രമായ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പരീക്ഷകളുടെ കേന്ദ്രമെന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ കോട്ടയിൽ നടത്തിയ ഛാത്രോं की गूंज എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ വലിയ റാലി, ആ റാലിയുടെ സന്ദേശം രാജ്യമൊട്ടുക്കുന്ന് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തണമെന്നുള്ള നിർദ്ദേശവും അത് നടന്നു വരികയുമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രചണ്ഡമായ പ്രചരണം പോഷക സംഘടനകളായ KSU, യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഈ നിർദ്ദേശങ്ങൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് 29-ാം തീയതി തിങ്കളാഴ്ച സാഹിത്യ അക്കാദമി ഹാളിൽ വൈകിട്ട് 4 മണിക്ക് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഏകദേശം 23-24 ലക്ഷം വിദ്യാർത്ഥികൾ അവരുടെ ഭാവിയെ ബാധിച്ചൊരു കാര്യമാണ്. ഇത് കേവലം ഇപ്പോൾ മാത്രം നടന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി ഈ ചോദ്യപേപ്പർ ചോർച്ച നമ്മളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അത് പ്രാദേശികമായി നിർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടതും ആ രീതിയിലാണ്. പക്ഷെ സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന വലിയ വിവരങ്ങളാണ് ഇന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്ന ആത്മഹത്യകൾ, അതൊക്കെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. 3.5 ലക്ഷം കോടി രൂപയാണ് ഈ എൻട്രൻസ് പരീക്ഷകളുടെ പേരിൽ സ്ഥാപനങ്ങൾ പിരിച്ചെടുക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 5 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ബഡ്ജറ്റിന്, ഒരു വർഷത്തെ സാമ്പത്തിക ബഡ്ജറ്റിന് തുല്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷാ സമ്പ്രദായം അത് മുൻകാലങ്ങളിൽ നടന്നിരുന്നതുപോലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഈ വിദ്യാഭ്യാസ വിഷയം എന്ന് പറയുന്നത് ആ കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും കൂടെയാകാം. അത് ഫെഡറൽ സംവിധാനങ്ങളെ മാനിച്ചുകൊണ്ട് അതാത് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ശബ്ദം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആരവം എന്നറിയപ്പെടുന്ന ഛാത്രോं की गूंज എന്ന് പറയുന്ന വലിയ വിജയമായി മാറിയ ഒരു മഹാറാലിയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇന്ന് ഇത്തരത്തിലുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും രാജ്യം മുഴുവൻ ഇതിൻ്റെ സന്ദേശം പടർന്നുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. സമഗ്രമായ അഴിച്ചുപടി ഇത്തരത്തിലുള്ള പരീക്ഷാ സമ്പ്രദായങ്ങളിൽ കൊണ്ടുവരണം. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ. ഇതാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുക. മറ്റത്തൂര് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിലെ ഒരു വിഭാഗം BJPയുമായി ചേർന്ന് അവിടെ BJPയുടെ ലേബലിൽ സ്വതന്ത്രരായി ജയിച്ച 2 പേരെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് പാർട്ടി അംഗം കൂടിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. വർഗീയ കക്ഷികളുമായി യാതൊരു നിലയ്ക്കും കൂട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഉടനടി അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കുകയും
അതിന് നേതൃത്വം കൊടുത്ത അന്ന് DCC ഭാരവാഹിയായിരുന്ന വ്യക്തിയെയും മണ്ഡലം പ്രസിഡന്റിനെയും പാർട്ടി പുറത്താക്കിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അവിശ്വാസം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 6 മാസക്കാലം അതിന് വേണം. ഈ ജൂൺ 21-നാണ് 6 മാസം പൂർത്തിയായിട്ടുള്ളത്. പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കാനും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനും ബ്ലോക്ക് പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്ത് അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത് അവിടെ അവിശ്വാസം കൊണ്ടുവരും. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് വന്നവർ കോൺഗ്രസ് പ്രവർത്തകരല്ല. കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല. ഞാനത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ആഫീസിനകത്ത് പാർട്ടി പ്രവർത്തകർക്കും അല്ലാത്തവർക്കും ആവശ്യങ്ങൾക്കായിട്ട് കടന്നു വരാം. പാർട്ടി എടുത്തൊരു തീരുമാനത്തെ, DCC പ്രസിഡന്റിൻ്റെ തീരുമാനത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട മേൽ കമ്മിറ്റിക്ക് കൊടുക്കും. DCC പ്രസിഡന്റിൻ്റെ തീരുമാനത്തെ വ്യത്യാസമുണ്ടെങ്കിൽ KPCCക്ക് കൊടുക്കും. അത് കൊടുക്കാതെ കണ്ട് ഈ ആഫീസിനുള്ളിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണെന്ന് പറയുന്ന രീതിയോട് പാർട്ടി ഒരു കാരണവശാലും സമരസപ്പെട്ടു പോകില്ല. അടിയന്തര പ്രാധാന്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ വിളിച്ചത്. ഞങ്ങൾക്ക് നേരിടാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അത് ഞങ്ങളുടെ മാർഗമല്ല. ഇത് ആരെങ്കിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കൊരു നേതൃത്വമുണ്ട്. ഇത്തരത്തിലുള്ള പാർട്ടിയെ അവമതിപ്പെടുത്താൻ എന്തെങ്കിലും നടന്നാൽ കർശനമായ നടപടിയെടുക്കും. ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽ പലരും പെടുത്തുകയുണ്ടായി. ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയവരെ ജാമ്യത്തിലെടുക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ ബന്ധപ്പെട്ടു എന്ന് എന്നെയും പലരും വിളിച്ചു പറഞ്ഞു. അതിൻ്റെ നിജസ്ഥിതി എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം പാർട്ടിയിൽ അംഗങ്ങളാണെങ്കിൽ അവരത് ചെയ്യില്ല. പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്നവരെ സംരക്ഷിക്കാൻ നിൽക്കില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും. നടത്തും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കാനായിട്ട് അത് അന്വേഷണത്തിന് ആൾക്കാരെ ചുമതല.